ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ വൊക്കാബുലറിയുടെ ഫസ്റ്റ് വീഡിയോയുടെ താഴെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ വീഡിയോ വേണം, ഇങ്ങനെ ഡെയിലി ചെയ്യാവോ? ഡെയിലി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് വീക്ക്ലി ട്വൈസ് പോസിബിൾ ആണ്. സോ വീക്ക്ലി ട്വൈസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിയാലോ? വായോ. അപ്പൊ നമുക്കിന്ന് പുതിയ കുറച്ച് വാക്ക് പഠിക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് യെക്ക് എന്ന് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിൽ പെയിൻ, നിങ്ങൾക്ക് പെയിൻ അറിയാലോ, അപ്പൊ അത് നമ്മൾ ലൈസ് എന്നാണ് ഇംഗ്ലീഷ് വിളിക്കുന്നത്. ഹെഡ് ലൈസ് അല്ലെങ്കിൽ ലൈസ് എന്ന് പറയും, LICE. അപ്പോൾ നമ്മള് ലൈസ് വന്നു കഴിഞ്ഞാൽ തലയിൽ പെയിൻ ഒന്നും നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും അല്ലെ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വി ആർ ലൈക്ക് റിയലി ഡിസ്കസ്റ്റഡ്, ഭയങ്കര അൺഈസിനെസ് ആയിരിക്കും. അപ്പോ മലൈസ് എന്നൊരു വേർഡ് ഉണ്ട്. ഈ വേർഡില് ലൈസ് എന്ന ഒരു ശബ്ദം പ്രൊനൗൺസിയേഷനിൽ കിട്ടുന്നുണ്ട്. അമ്മ ലൈസ് എന്ന് പറയുന്നത്, മാ ലൈസ് എന്ന് പറയുന്ന ആൾക്കാർ അത് ഭയങ്കര അൺഈസിനെസ്, തലയിൽ ഭയങ്കര അൺഈസിനെസ് തോന്നാണ്, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ്. സോ മലൈസിന്റെ അർത്ഥവും അതുപോലെ തന്നെയാണ്. അൺഈസിനെസ്, ഡിസ്ട്രസ്, സിക്നസ്, ഫീലിംഗ് ഓഫ് ഡിസ്കംഫേർട്ട്, ഇൽനെസ്, ഇതൊക്കെയാണ് മലൈസ്. മലൈസ് എന്ന വാക്ക് കാണുമ്പോൾ നിങ്ങൾ തലയിൽ ലൈസ്, അമ്മ ലൈസ് എന്ന് പറയുന്ന ആലോചിക്കുക, അമ്മ തലയിൽ ലൈസ്. അപ്പൊ ലൈസ് എന്ന് പറഞ്ഞാൽ പെയിൻ. പെയിൻ നമ്മുടെ തലയിൽ വന്നാൽ ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും, ഭയങ്കര അൺഈസിനെസ് ആയിരിക്കും. വാക്ക് കിട്ടിയില്ലേ? അടുത്ത വേർഡിലേക്ക് പോകാം. ലാമ്പ്. ഇതുപോലെ മുറിയിൽ ലാമ്പ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ലാമ്പ് നമ്മൾ മുറിയിൽ ഓൺ ചെയ്ത് വെച്ചാൽ അമ്മ എന്ത് ചെയ്യും? നല്ല അടി തരും അല്ലേ, അല്ലെങ്കിൽ നല്ല ചീത്ത പറയും, എല്ലാവരുടെ മുന്നിൽ ചീത്ത പറയും. നീ ആണോ ഇതിന് കാശ് കൊടുക്കുന്നത്? നിനക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് പോയാൽ എന്താന്ന് വെച്ചിട്ട് നമ്മളെ പബ്ലിക്കലി ക്രിട്ടിസൈസ് ചെയ്യും നമ്മുടെ അമ്മ, നമ്മൾ മുറിയിലെ ലൈറ്റ് ഓൺ ആക്കി വെച്ചിട്ട് പോയാൽ. അപ്പോ ആ വേർഡാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ലാംപൂൺ. ലാംപൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രിട്ടിസൈസ് പബ്ലിക്കലി, ക്രിട്ടിസൈസ് സമ്മൺ ബൈ സംതിങ്, ഒരു ഭയങ്കരമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാം. അമ്മയ്ക്ക് ദേഷ്യം വന്ന് അറിയാലോ, അമ്മ അങ്ങ് നല്ലോണം അങ്ങ് ഷൗട്ട് ചെയ്ത് ചീത്ത പറയും, നീ ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നടന്നോ, നീ അറിയണ്ടല്ലോ ഈ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്ന ആരാന്ന്, ഇങ്ങനെ കുറെ ഡയലോഗ് വരുമല്ലോ, യു ക്യാൻ റിലേറ്റ്. അപ്പോൾ ലാംപ് ഓൺ എന്ന് പറയുമ്പോൾ ടു ക്രിട്ടിസൈസ് സമ്മൺ പബ്ലിക്കലി എന്ന് ഓർക്കാം. അടുത്ത നോക്കാം. ഒരാൾ നമ്മളോട് സംസാരിക്കാൻ നോക്കുക, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. എന്തത്? ഇറ്റ്സ് ലൈക്ക് ബോർ അല്ലെ, ബോർ. ഒരു ബോർ വ്യക്തിയുടെ ഫ്രണ്ടിൽ നമുക്ക് ബോർ അടിക്കുന്നു. അപ്പൊ ബോർ അടിക്കുക. അപ്പൊ അങ്ങനെ ഒരു വേർഡ് നമുക്കുണ്ട്, അബോർ. അബോർ എന്ന് വെച്ചാൽ ഹേറ്റ് ചെയ്യുക. നമുക്ക് ബോർ അടിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അല്ലെ. നമ്മുടെ ഫ്രണ്ടിൽ ആര് സംസാരിച്ചാലും നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് അവേർഷൻ തോന്നും. അതായത് ആ ബോർ എന്ന് വെച്ചാൽ ഒരു ബോർ പേഴ്സൺ, ബോർ എന്ന് ആലോചിച്ചാൽ മതി. ഒരു ബോർ പേഴ്സൺ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്, നമുക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, വി ആർ ഹേറ്റിംഗ് ദാറ്റ്. സോ അബോറിനർത്ഥം ഹേറ്റ്, ടു ഫീൽ സ്ട്രോങ് അവേർഷൻ ഓർ ഇന്റൻസ് ഡിസ്ലൈക്ക് ഫോർ സംതിങ്, എന്തിനോടെങ്കിലും ഉള്ള ഭയങ്കരമായിട്ടുള്ള ഡിസ്ലൈക്ക്, അതാണ് അബോർ. അടുത്തത് യെസ്, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ, വാ ടമ്മി വെക്കുക. ഇതിപ്പോ ഈ കുട്ടീനെ നോക്കിക്കോളൂ, ആ ടമ്മി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്, എനിക്കൊന്ന് ഇത്രയും ടമ്മി ചെറു പ്രായത്തിൽ എന്നായിരിക്കും ആ കുട്ടി വിചാരിക്കുന്നത്. അപ്പോൾ ടമ്മി എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ഒരു ടമ്മി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വാക്ക് എന്തറിയോ? സ്റ്റംപി. ഓക്കെ, സ്റ്റംപി എന്നൊരു വാക്കാണ്. എന്താണ് ഈ വാക്കിന്റെ മീനിങ് എന്നല്ലേ? സ്റ്റംപി എന്ന് വെച്ചാൽ ഫാറ്റ്, സ്റ്റൗട്ട്, ഒബീസ്. എനിക്ക് ചെറിയ പ്രായത്തിലെ വലിയ വയറാണല്ലോ, അത് ഫാറ്റ് ആണ് വയറ് മുഴുവൻ, വേറെ ഒന്നുമല്ല, ഫാറ്റ് കെട്ടി കിടക്കുന്നത്. അപ്പം സ്റ്റംപി എന്ന വാക്കിൽ ടമ്മി ആലോചിക്കുക. ടമ്മി എന്ന് പറഞ്ഞാൽ വയറ്. അപ്പം ടമ്മി ആലോചിക്കുമ്പോഴത്തേക്ക് ഓക്കെ, ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ്, ഒരുപാട് ഫാറ്റ് അവിടെ ഉണ്ട്. സോ ടമ്മി മീൻസ് ഫാറ്റ്, ഒബീസ് എന്നൊക്കെയാണ് അർത്ഥം. ഇനി അടുത്തത്, ആർക്കും ഒരാൾക്ക് നല്ല കർണത്ത് അടി കിട്ടിയതാണ് ഈ കാണുന്നത്, പല്ലൊക്കെ തെറിച്ചു പോകുന്നുണ്ട് കണ്ടോ. സോ സ്ലാപ്പ് ഡാഷ്, ഒരടി. സ്ലാപ്പ് ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? കെയർലെസ് ഡൺ ടു ഹറിലി. നമ്മളിപ്പം പെട്ടെന്ന് ഒരാള് നമ്മൾ അടിക്കുന്ന എന്തിനായിരിക്കും? നമ്മൾ എന്തെങ്കിലും കാര്യം കെയർലെസ് ആയിട്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്ലാപ്പ് കിട്ടുന്നത് അല്ലെ. അടി കിട്ടുന്നത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ അടി കിട്ടുന്നത് എന്തിനാണ് ആലോചിച്ചത്? കെയർലെസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ നെഗറ്റീവ് മാർക്ക് കെയർലെസ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്റെ കൈ കിട്ടണേ നല്ല തല്ല് വെച്ചിരുന്നാൽ, എന്തിനാണ് നിങ്ങൾ കെയർലെസ് ആയിട്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കിയത്? അപ്പൊ സ്ലാപ്പ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർലെസ് ഡൺ ടു ഹറിലി, വെപ്രാളത്തിൽ ചെയ്ത് തെറ്റിക്കുക, വെപ്രാളത്തിൽ ചെയ്ത് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അടി കിട്ടുന്നു എന്ന് ആലോചിച്ചാൽ മതി. സ്ലാപ്പ് ഡാഷ് എന്ന് വെച്ചാൽ സ്ലാപ്പ് എപ്പോഴാണ് കിട്ടണേ? കെയർലെസ് ആയിരിക്കുമ്പോൾ, ഒരുപാട് വേഗത്തിലൊരു കാര്യം ചെയ്ത് അതിനെ തെറ്റിക്കുമ്പോൾ അല്ലെ. സോ കെയർലെസ് ആൻഡ് ഡൺ സംതിങ് ഹറിലി ആണെങ്കിൽ അവിടെ നമുക്ക് സ്ലാപ്പ് ഡാഷ് എന്ന വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വാക്കുകൾ പഠിച്ചു. സോ ഇതിലും കൂടുതൽ വാക്കുകളിട്ട് അടുത്ത പാർട്ടിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ മറക്കണ്ട, നമ്മുടെ പുതിയ ബാച്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്, അഡ്മിഷൻസ് ഓപ്പൺ ആണ്, ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ക്ലാസ്സിൽ കാണാം.